ഗൈസ്, ഞാനിന്ന് നമ്മുടെ KSRTC മൂന്നാർ KSRTC ഡിപ്പോയിലാണ് നിൽക്കുന്നത്. ഇന്ന് ഇവിടെ പുതിയൊരു ബസ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നേക്കണേണ്ട. മൂന്നാർ റോയൽ വ്യൂ ഡബിൾ ഡെക്ക് ബസ്സിൽ കയറി ഒരു യാത്ര ചെയ്യാൻ വേണ്ടി വന്നതാണ്ട. ഈ ബസ്സിലാണ്ടോ നമ്മൾ ഇന്ന് യാത്ര ചെയ്യണത്. ഈ 2 സീറ്റാണ്ടോ ഞാൻ ബുക്ക് ചെയ്തേക്കണത്. നമ്മുടെ മച്ചാനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ട്രാവൽ ട്രെൻഡ്സ് വിത്ത് അബിൽ ബ്രോനെ കണ്ടിട്ടാ. രാവിലത്തെ ട്രിപ്പ് പോയിട്ട് വന്നതാണ്. നമുക്കിനി സെക്കൻഡ് ട്രിപ്പ് പോവാം. ഇപ്പോൾ 1 മണിക്കാണ്ടാ പോകാൻ വേണ്ടി പോകണ. ചെറിയൊരു ഡിലേ ഉണ്ടായിരുന്നു. 10 മണിക്കത്തെ അതാണ് നമ്മൾ ബുക്ക് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഇത്രയും ഡിലേ ആയിട്ടാ സമയം. നമ്മുടെ ചേട്ടന്മാർ വിളിച്ച് പറഞ്ഞായിരുന്നു കുറച്ച് ഡിലേ ഉണ്ട്, ഇന്ന് വെയിറ്റ് ചെയ്യാൻ കൊണ്ടാന്ന് പറഞ്ഞായിരുന്നു കേട്ടാ. ഞാൻ ഇനി ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാട്ടാ. ഗൈസ്, ദേ നമ്മുടെ മച്ചമ്മ നോക്കിയേ, മിന്നൽ. എറണാകുളത്തേക്കാണെങ്കിൽ അല്ലേ, വൈകുന്നേരം ഉണ്ടായിരുന്നെങ്കിൽ മിന്നലിൽ കയറി ഒരു പൊളി പൊളിക്കായിരുന്നു. ബ്രോ വീഡിയോ എല്ലാം എടുത്ത് സെറ്റായി. അപ്പോൾ പോണേണ്. ഞാനിതിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? പറ, 2 വാക്ക് പറയൂ. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ട്രൈ ചെയ്തു. സംഭവങ്ങൾ വരുന്ന KSRTC നല്ല പുതിയ ടൂറിസമായിട്ട് വരുന്ന എല്ലാ സംഭവങ്ങളും സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ആളുകൾ യൂസ് ചെയ്യുക. നല്ല രീതിയിൽ പോട്ടെ. ഓൾറെഡി മൂന്നാർ തുടങ്ങിയ നല്ല സാധനങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ. അതിനെതിരെ നമുക്ക് ട്രോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇത്രയും വർഷം പഴക്കമുള്ള ബസ്സാണ്. അല്ല, ബസ് ഇത് ഇത്ര കണ്ടീഷനായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തിരുവനന്തപുരത്ത് ഓടിക്കുന്നില്ല. 35 ലക്ഷം രൂപ മുടക്കി പണിതിറക്കിയ വണ്ടിയാണ്. അല്ലേ? അല്ല, ഞാൻ പറഞ്ഞതാണ്, ട്രോളൊക്കെ ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നു. ഇത് 6 മാസം കൊണ്ട് ഈ മുടക്കി കാശ് കിട്ടും. സെറ്റാണ്, ഉറപ്പാണ്. ഇപ്പൊ 4 ദിവസം കൊണ്ട് 1 ലക്ഷം രൂപ ഓടി വണ്ടി. അതെ അല്ലേ? ഇതില് സീറ്റിംഗ് കപ്പാസിറ്റി എത്രയാണ്? 50 സീറ്റിംഗ് കപ്പാസിറ്റി അല്ലേ? ഓക്കെ, കണ്ടിട്ട് അടിപൊളി. ഇനി പോകുമ്പോ അറിയാം ബാക്കി. ഞാൻ പോയിട്ടില്ല. അടുത്ത ട്രിപ്പ് ബിൽ ബ്രോ, ഞാൻ ഒന്ന് കയറിട്ടെ. ഫ്രണ്ട്സ്, ഇതാണ് ഇതിൻ്റെ താഴെ നിലയിലുള്ള കാഴ്ചകൾ. അടിപൊളി. ഇതാണ് നമ്മുടെ ക്യാബിൻ. അടിപൊളി. അതെ, പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കണല്ലേ? അല്ലെങ്കിൽ പോയി വന്നതാണോ? തമിഴ്. എങ്ക ഊരെങ്ക? രഘുപുരം. ആ, പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി. ഓക്കെ. ഫസ്റ്റ് ടൈം മൂന്നാർ വന്നിருக்கு. ഓൾറെഡി വന്നിருக்கு. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. പോവാമാ? ഓക്കെ, റെഡി. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് സംഭവം. ഇത്ര സീറ്റ് ഉണ്ട് താഴെ. പിന്നെ ഇത് ഓൺലൈനിലാണ് ബുക്ക് ചെയ്യേണ്ടത്. പിന്നെ നേരിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റിസർവേഷൻ ഇവിടെയും ബുക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ സീറ്റ് മേളിലാണ്. ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടില്ല വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. ടർബോ ഓടിച്ചാടി നടക്കുന്നുണ്ട്. ഗൈസ്, ഇതിൻ്റെ മേളിലത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാടാ. റിസർവ് മുകളിൽ ഇത്രയും കാഴ്ചകളുണ്ടാ. അതൊക്കെ ഗ്ലാസ് ആണ്ടാ. അടിപൊളി. അപ്പം മഴയത്തൊക്കെ പോയി കഴിഞ്ഞാൽ സൂപ്പർ. ആ ഫ്രണ്ടിലത്തെ സീറ്റാ ചേട്ടാ. 15-16 ഫെബിൻ. നമ്മൾ ചെറിയൊരു ചാനൽ. യൂട്യൂബർമാരെ കൊണ്ടൊന്ന് അറിഞ്ഞിരിക്കണുണ്ടോ കാഴ്ച? അത് ക്യാമറ. അതെ, ഇതാകുമ്പോ ഞാൻ കാണുന്ന കാഴ്ചകൾ ക്യാമറയിലോട്ട് പതിഞ്ഞോളൂ. ഗൈസ്, നമ്മുടെ 360 ഉണ്ട് ഗൈസ്. ഞാനിട്ടൊരു കറക്കാൻ പറയാം. ഇതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കട്ടാ. നമ്മുടെ കൂടെ ഇടുക്കി ചില്ലീസ് അടിപൊളിയാണ്. നമ്മുടെ എല്ലാവരും വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ടർബോ വ്ളോഗ് ചെയ്യുന്നു. ഇടുക്കി ചില്ലീസ് വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അബിൽ ബ്രോ പോയിട്ടാണ് വ്ളോഗ് ചെയ്ത്. ആഹാ, എല്ലാവരും നമ്മുടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നു. എൻ്റെ പൊന്നെ വേറെ വൈബാണ്ട. നമ്മ ശരിക്കുന്നില്ലേ, എൻ്റെ മേളിൽ കയറി വന്നിട്ട് ഒരു രക്ഷയില്ല. വേറെ ലെവലല്ലേ. നല്ല ഹൈറ്റിലാണ്ടിരിക്കണത്. എനിക്കെന്താ പറയണ്ടെന്ന് അറിയില്ലടാ ഗൈസ്. ഞാൻ ഈ വ്ളോഗർമാരൊക്കെ കണ്ടപ്പോൾ ഞാൻ മിണ്ടാതെ പോയി.
ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇന്നത്തെ ദിവസം എല്ലാ വ്ളോഗേഴ്സും വന്ന ദിവസമാണ്. ഞാൻ ചുമ്മാ ഇവനെ പിടിച്ച് വെറുതെ ഇറങ്ങിയതാണ്. പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലടാ ഇത്ര വലിയ സീനായിരിക്കും വന്നു. കുറച്ച് ബാക്കോട്ട് പോയി. എന്തായാലും നമുക്ക് കിടിലം കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഇനി താഴ്ത്തു പോയിട്ട് നമ്മുടെ ഡ്രൈവറെ ഒന്ന് പരിചയപ്പെടാട്ടാ. ഇപ്പം ഈ ഉച്ചക്കത്തെ റൈഡിൽ ഇത്രയും പേരാണ്ട നമ്മുടെ ഒപ്പം ഉള്ളത്. സീറ്റൊക്കെ കുറേ കാലിയാണ്, അറിഞ്ഞറിഞ്ഞ് വന്നോളല്ല. സോ അതിൻ്റെതായിട്ടുള്ള ഒരു ഇത് ലൈൻ കമ്പി മുട്ടൂലടാ പറ്റക്കാവാണ്. ഫുള്ള് കോമഡി. ഇതേപോലെ ആരും ബ്ലോഗ് ചെയ്തിട്ടുണ്ടാവില്ല എന്തായാലും. അത് ഞാൻ മാത്രം ചെയ്തിട്ടുണ്ടാവും. അതെ സീൻ പറ്റ കരികടോളെ കൈ വെച്ചതോടാ. എൻ്റെ അമ്മ മൂന്നാറിൽ ഇത്ര ഹൈറ്റിൽ ആദ്യമായിട്ടാണ് ഞാൻ യാത്ര ചെയ്യണം. എന്തായാലും അടിപൊളിയാണ്ട. അതെ പൊക്കത്ത് അടിപൊളി രക്ഷയില്ല. നിങ്ങളുടെ വീട് എവിടെയാ? കോട്ടയത്ത് നിന്നാണ്. ഇപ്പൊ ഇത് ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ് ഈ റൈഡ്. അടിപൊളി. ഇതിനു വേണ്ടി തന്നെ വന്നതാണ്. ഓക്കെ, ഇതിനു വേണ്ടി തന്നെ വന്നേണ്ട നമ്മളെ പോലെ തന്നെ. അടിപൊളി. പേരെന്തായിരുന്നു? സാബു ചേട്ടൻ, ആൻസി. ഓക്കെ, അപ്പൊ രണ്ടുപേരും എൻജോയ്. ഒക്കെ കുറേ പേരുണ്ട് കേട്ടാ. നമുക്ക് പതുക്കെ എല്ലാവരും പരിചയപ്പെടാം. 2.5 മണിക്കൂർ എന്തായാലും ഉണ്ട്. മൂന്നാറിലെ കാഴ്ചകൾ ഇത്ര ഹൈറ്റിലിരുന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സുവർണ മത്സരമാണ്. നിങ്ങൾ മിസ്സാക്കരുതില്ല. അതെ വട്ടവട 42 കിലോമീറ്റർ. എന്താ നമുക്ക് ആ ചേട്ടൻ്റെ ഡയലോഗുകൾ കുറച്ച് കോപ്പി അടിക്കാം. അല്ല, ഇടുക്കി ചില്ലീസ് കിട്ടോ താഴത്തേക്ക് ഇടരുത്തിട്ടാ. എൻ്റെ പുള്ളി. ഫ്രണ്ട്സ്, ഉച്ച സമയത്ത് വരുമ്പോൾ ഇത്തിരി സീനാണ്, ഇത്തിരി ചൂടുണ്ട്. രാവിലെ തന്നെ മാക്സിമം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടമഞ്ഞിൽ നിറഞ്ഞിരിക്കുന്ന കേപ്പ് റോഡിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റൂടാ. ഇപ്പം നമുക്ക് കറക്റ്റ് നട്ടുച്ചക്കാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കണം. ചെറിയൊരു ചൂടും വെയിലടിക്കണം, ഗ്ലാസ് അല്ലേ ഇത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ഇതുണ്ട്. വലിയ സീനില്ല അല്ലേ. നമുക്ക് താഴ്ത്ത് അണ്ണന്മാരിക്കണ്ട, അണ്ണന്മാരെ ഒന്ന് കണ്ടിട്ടൊക്കെ വരാം. സീറ്റൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ. നമ്മുടെ ചേട്ടൻ്റെ പേരെന്തായിരുന്നു? പേര് അജീഷ്. അജീഷ് അല്ലേ? അജീഷ്. ചാനല് ഇടുക്കി ചില്ലീസ്. ഓക്കെ, ഞാൻ ചാനല് താറിന്റെ എന്തോ ഒരു വീഡിയോ ലാസ്റ്റ് ഇട്ടാണല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ അത് മക്കുള്ളി എന്ന് പറഞ്ഞ സ്ഥലം, പോകേണ്ട ഒരു സ്ഥലമാട്ടോ. ആണല്ലേ? ഒക്ടോബർ നവംബറിലൊക്കെ പോകാം. ഓക്കെ, സെപ്റ്റംബർ ഒക്ടോബർ അന്നേരം ഫുള്ള് നെൽപ്പാടമാണ്. ഓക്കെ, മഴ. അപ്പൊ ചേട്ടൻ്റെ വീട് കറക്റ്റ് ആയിട്ട് ഇവിടെ 35 കിലോമീറ്റർ ഇരുത്തോടെന്ന് പറയും. ഇരുത്തോടല്ലേ? ഓക്കെ. ഞാൻ നമ്മുടെ ടാക്സി ലൈഫ് വീഡിയോസാണ് ചെയ്യണത് കൂടുതലും. കാറ്, ഓഫ് റോഡ് ഇതൊക്കെയാണ് ചെയ്യണത്. അപ്പൊ ഞാൻ വിളിക്കാൻ എന്തായാലും ഒരു പ്രാവശ്യം നമുക്ക് ഒന്ന് കയറാം. ആയിക്കോട്ടെ. ഇടുക്കിയിലേക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും വിളിച്ചോ. ഇപ്പൊ മച്ചാമാരെ നമ്മുടെ ഇടുക്കി ചില്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കിട്ടാ. അത്രേ ഉള്ളൂ. താഴെ കുറെ അണ്ണന്മാരൊക്കെ ഉണ്ട്, പുള്ളിയോട് ചോദിച്ചിട്ട് വരാം. ഇവിടെ ബോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിക്കാം. നൈസ്. നമ്മുടെ ചേട്ടൻ നല്ലോണം സംസാരിക്കുന്ന ഒരു ചേട്ടനുണ്ടാ. സൂപ്പറാർക്കാ, സൂപ്പർ. ചേട്ടൻ്റെ പേരെന്താണ്? പേര് സാബു ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. സൗണ്ട് ഉണ്ട്, എഞ്ചിൻ്റെ സൗണ്ട് ഉണ്ട്. സോ നമുക്ക് ക്ലിയർ ആവൂല. ചേട്ടൻ്റെ പേരാ? മനോജ് ചേട്ടൻ അല്ലേ? ഓക്കെ. നിങ്ങൾ രണ്ടുപേരും കോർഡിനേറ്റ് ചെയ്യണം അല്ലേ? അടിപൊളി. ഇവിടേക്ക് ഇങ്ങനെ ഇരുന്ന് പോവാടാ. നൈസ്, സൂപ്പർ.
ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, വെള്ളം കുടിക്കാനുള്ള സൗകര്യമുണ്ട്, അത്യാവശ്യം മൊബൈല് ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ലോക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ബാഗൊക്കെ ആയിട്ട് വന്നേണെങ്കിൽ നൈസായിട്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയായിരിക്കാം. എന്തായാലും നമ്മുടെ ഗ്യാപ്പ് റോഡിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് 2 നില ബസ്സിലാണ് നമ്മൾ പോണത്. എൻ്റെ ലൈഫിൽ ഡബിൾ ഡെക്കറിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. അത് മൂന്നാറിലെ ഈ ഒരു ഡബിൾ ഡെക്കർ ബസ് തന്നെ ആയതിൽ വളരെയധികം ഞാൻ സന്തോഷിക്കുന്നു ഗൈസ്. അടിപൊളി. ഓ എൻ്റെ മോനെ പൊള്ളി, രക്ഷയില്ലടാ. സൂപ്പർ സൂപ്പർ. അടിപൊളി. ടർബോയുടെ ഷൂട്ടിംഗ് ആണോ? ഞാൻ താഴത്തൊക്കെ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. നല്ല എക്സ്പീരിയൻസ്. കൊള്ളാല്ലേ പരിപാടി, കൊള്ളാം. പോലീസ് വണ്ടിയൊക്കെ പിങ്ക് പോലീസാണ് ആയിന്ന് പറഞ്ഞ എല്ലാരും നോക്കണ്ടല്ലേ. ഇതെന്താണ് ചെറിയ സൈഡ് വലി കൊണ്ടല്ലോ. എന്റെ ദൈവം കാണാം. ആ മേലിരിക്കണവർക്ക് എന്താണ് സംഭവം അറിയില്ലല്ലോ. ആ താഴ്ത്തിറങ്ങിയിട്ട് വരാം. പക്ഷെ എൻ്റെ പൊന്നെ വച്ചാൽ ഒരു രക്ഷയില്ലടാ. വണ്ടി ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് കാണുമ്പോൾ തന്നെ ഓ ഏറെ മൂട്. ഒരു രക്ഷയില്ലടാ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ രക്ഷയില്ല. നൈസ്. ഏറെ മൂട്. എൻ്റെ പൊന്ന് ശൈവി എന്നെ മൂടാ വാസ്, രക്ഷയില്ലടാ. എല്ലാവരും നമ്മുടെ ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന കാഴ്ചയാണ് ഗൈസ് നിങ്ങൾ കാണുന്നത് അല്ലേ. ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ ഇത്രയും തേയിലത്തോട്ടത്തിന് നടുക്ക് ഒരു 2 നില ബസ് നിൽക്കണ കാഴ്ച നോക്കിയല്ലേ. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലടാ. ഇതിൻ്റെ മുമ്പിൽ ഇതിൻ്റെ മേലിരുന്ന് ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീല് വേറെ ഫീലാണ്ടാ. ഒരു രക്ഷയില്ല. നിങ്ങൾ എന്തായാലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. താഴത്തെ സീറ്റിൽ 200, മേളത്തെ സീറ്റിൽ 400 രൂപ വേണ്ട. മഴയത്തൊക്കെ ഒരു ദിവസം കൂടി വരണം ഗൈസ്, ഈ കോടമഞ്ഞ് നിറഞ്ഞിരിക്കണ സമയത്ത്. അപ്പോഴായിരിക്കും കാഴ്ചകൾ. എന്തായാലും അടിപൊളിയാണ്ട. നമ്മുടെ സാബു ചേട്ടനല്ല ഡ്രൈവർ. സാബു ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട്? ട്രെയിനിങ് വന്നായിരുന്നു. അതെ അല്ല അടിപൊളിയാണ്, ഉഷാറാണ്, അടിപൊളി. അപ്പോൾ സാബു ചേട്ടനെ കാണാൻ പറ്റും. സാബു ചേട്ടനുണ്ട്. വിട്ടോ 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 വണ്ടി വിട്ടോ. കേറി കേറി കേറി. നമ്മുടെ ഒരാളും കൂടി ഉണ്ടല്ലോ, മറ്റേ ബ്ലോഗർ. ആ ഉണ്ട് ഫ്രണ്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ. അല്ല ഇത്തിരി ചൂടുണ്ടല്ലേ ഉച്ചക്ക് ചൂടും. അതെ അതെ മഴക്കാലത്ത് അടിപൊളിയാണ്. ഈ ട്രിപ്പ് 10 മണിക്കത്തെ ട്രിപ്പ് അല്ലേ ശരിക്കും? ഫസ്റ്റ് 9 മണിക്കാ? ഫസ്റ്റ് 7 മണിക്കല്ലേ? അങ്ങനെയല്ലേ. പക്ഷേ നമ്മ ബുക്ക് ചെയ്യുമ്പോ കാണിക്കണത് 9 അപ്പൊ പലരോടും പല സമയം പറഞ്ഞേക്കണം. അതൊന്നും ക്ലിയർ അല്ല. ആ ഇന്ന് മുതൽ 9 മണിയായല്ലേ? ഓക്കെ. ആ അതെ 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 ആ സമയം ചെയ്തേക്കണത്. ഓക്കെ. ഹായ് 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 ഹായ്. അല്ല ഇന്ന് നമ്മ സെലിബ്രിറ്റി ആണ്. ഹായ് 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 ഹായ്. ഇതാണ് ഗ്യാപ്പ് റോഡ്. ആ പൂപ്പാറയിലേക്ക് പോകുന്ന നമ്മുടെ ഇപ്പൊ ഈ യാത്ര ശരിക്കും എവിടം വരെ ഉണ്ട്? ഈ ഒരു ഡാം വരെ ഉണ്ടല്ലേ?
പറയത്തില്ല. ഓക്കെ. ടർബോനെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നപ്പോ ടർബോ എങ്ങോട്ടേക്കാ അവർ ഒരു ബസ് യാത്രയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവന് കാണുന്നവര് ഈ ബസ്സിലാണ് യാത്ര ചെയ്യണത്. ചന്റെ കിളി പോയിട്ടിരിക്കണേ. ഇപ്പോഴേ നമുക്ക് എല്ലാരും ടാറ്റരുള്ളൂ. ടർബോന്റെ കീഴ് ഈ വണ്ടി എല്ലാരും ടാറ്റ തന്നെയാണല്ലേ. അത് മുകളിലിരിക്കണവർക്ക് കണ്ട ടാറ്റ കൂടുതൽ കിട്ടുന്നത്. ഈ സീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ടാറ്റ നല്ലോണം കിട്ടും. എല്ലാവരും കിട്ടും. അതൊന്ന് ടാറ്റ തരണമെന്നുണ്ട്. അടുത്താണ് എല്ലാരും വീഡിയോ തന്നെ വേണം. ഫസ്റ്റ് ടൈം ആട്ടോ നമ്മളൊരു വാഹനത്തിലെ ടോൾ പ്ലാസ ഇന്ന് പാസ് ചെയ്ത് പോകുന്നത്. കാശ് കൊടുക്കാതെ പോകുന്നത്. ഇതിപ്പോ നമുക്ക് വേണ്ടി പ്രത്യേകതരം ഒരു വഴി തുറന്നു തരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത്ര നല്ല വ്യൂ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവൂല. അതെ. അയ്യോ കരയുവാണോ? ചുരമൊക്കെ ഇറങ്ങണ സിമ്പിളായിട്ട് ഇറങ്ങണ, കൂളായിട്ട് ഇറങ്ങണ. ഓവർ സ്പീഡിൽ പോകാൻ പറ്റില്ല, ഒരു മിനിമം സ്പീഡുണ്ട്, ആ സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ. അല്ല അല്ലാണ്ട KSRTC ഒക്കെ താഴത്ത് കൂടി പോകണം. ഹൈ 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 ഹൈ. സുഹൃത്തുക്കളെ അല്ലെ, സുഹൃത്തുക്കളെ ഇത്ര മനോഹരമാണ്. ഈ അവസരങ്ങളെല്ലാം മിസ് ചെയ്യുന്നുണ്ട്. ടർബോടാ കിട്ടാ പറയാ. എനിക്ക് പറ്റായെന്നുള്ള. ശരിക്കും ഇത് വരണ കാഴ്ച, ഇതിൻ്റെ ഉള്ളിൽ കൂടി വരണ കാഴ്ച എടുക്കണം, അടിപൊളിയായിരിക്കും. നോക്കട്ടെ, ആ കാഴ്ച ഞാൻ 360 എടുക്കട്ടെ കൈസ്. അതായത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി, അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കാം. കൈസ് ഇപ്പോൾ സമയം 1:43 ഇപ്പോൾ സെക്കൻഡ് സ്പോട്ടിൽ നിർത്തിയിട്ടാ. സെക്കൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ആ സ്പോട്ട് നോക്കിയാൽ നിങ്ങൾ നിർത്തിയേക്കണം. വേറെ ലെവല് വണ്ടി കിടക്കണോക്കി. അയ്യോ ഒരു രക്ഷയില്ലട്ടാ. നമുക്ക് എല്ലാവരും കൂടി ഒന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് പറയണേണ്ട. ഇന്ന് കുറച്ച് ആൾക്കാരേ ഉള്ളൂ കേട്ടോ. അത് എന്തായാലും നന്നായി. ഇന്ന് എല്ലാ വ്ളോഗേഴ്സും ഉണ്ടായിരുന്നു, കുറേ പേരുണ്ടായിരുന്നു. പക്ഷേ ചില ചാനലുകളൊന്നും എനിക്കറിയില്ല. നമ്മുടെ അബിൽ ബ്രോൻ്റെ ചാനലിൽ ഞാൻ കാണാറുണ്ടായിരുന്നു, പിന്നെ അതേ നമ്മുടെ മച്ചാൻ്റെ ചാനലിൽ ഞാൻ കാണാറുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ട്, മറ്റേ ഒരു താറ് ഇങ്ങനെ ഒരു ഓഫ് റോഡ് കയറി പോണ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടുപേരെ എനിക്കറിയാം. ബാക്കി 3-4 വ്ളോഗേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരാളുണ്ടായിരുന്നു. എല്ലാത്തിലും എൻ്റെ മുഖമുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. 4 മണി. അപ്പോൾ ഏകദേശം എത്ര മണിക്കൂർ കൊണ്ടാണ് നമ്മൾ പോയി വരുന്നത്? 3 മണിക്കൂർ 3.5 മണിക്കൂർ. 3 മണിക്കൂർ 3 മണിക്കൂർ അല്ലേ? നമ്മൾ എത്ര സ്ഥലത്തോടെയാണ് നിർത്തി? 6 സ്ഥലം അല്ലേ? ലാസ്റ്റ് പോയിന്റ് ഒന്ന് പറയാമോ? ലാസ്റ്റ് പോയിന്റ് ആനയിറങ്ങൽ ഡാം അല്ലേ? ആ ഡാമിൻ്റെ അവിടെ വരെ വണ്ടി ഇറങ്ങി ടോപ്പിൽ നിർത്തും അല്ലേ? ചേട്ടാ എങ്ങനെയുണ്ട്? നന്നായിരിക്കും. ഇതിലൂടെ യാത്ര അടിപൊളിയാണോ? പൊളി. താങ്കൾക്ക് എന്താണ് ഈ ബസ്സിന്റെ സവാരിനെ പറ്റി പറയാനുള്ളത്? പ്രകൃതി എത്ര മനോഹരമാണെന്ന് അറിയോ സുഹൃത്തുക്കളെ? ഭയങ്കര ഹെവി ഡേഞ്ചറാണ്. കാറ് പോയത്
ഗൈസ് ഇതാണ് റോക്ക് കേവ്. പണ്ട് കള്ളന്മാരെയൊക്കെ കയറി ഒളിച്ചിരുന്ന വെച്ചാൽ ഗുഹയെന്നാണ് പറയപ്പെടുന്നത്. വണ്ടി ഇവിടെ കിടക്കണം കേട്ടോ. ടർബോ ഇത്രയുള്ള സംഭവം. ഫ്രണ്ട്സ്, അങ്ങനെ മൂന്നാമത്തെ സ്പോട്ടിലും നമ്മ എത്തിയിട. ഇനി ഇവിടെ നിന്ന് ആനയിറങ്ങൽ ഡാമിൻ്റെ അങ്ങോട്ടേക്കാണ് നമ്മുടെ വണ്ടി പോകാൻ വേണ്ടി പോകുന്നത്. അയ്യോ, എപ്പോഴും മണ്ണിടിച്ചിലും മലയിടിച്ചിലൊക്കെ നടക്കുന്ന സ്ഥലമുണ്ട് ഇത്. കേപ്പ് റോഡിൻ്റെ മനോഹര കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ വണ്ടി ഇവിടം വരെ വന്ന് നിൽക്കണേണ്ട. നമുക്കിനി കുറച്ച് നേരം ക്യാബിൻ റൈഡ് കാഴ്ചകൾ കാണാൻ കഴിച്ചു. നമുക്ക് സാബു ചേട്ടൻ്റെ ഡ്രൈവിംഗ് ഒക്കെ ഒന്ന് നോക്കാം. നടുപ്പാറ. ആനയിറങ്ങൽ ഡാമിൻ്റെ വ്യൂ പോയിൻ്റാണ് ഇവിടെ, അതായത് ക്യാച്ച്മെൻറ്റ് ഏരിയ. ഏത് സൈഡാണ് ഏട്ടാ ഡാം? ഓക്കെ, ആ സൈഡാണല്ലേ. ഇതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. ശരിക്കും വ്യൂ പോയിന്റ് അവിടെയാണ് നമ്മൾ നിർത്തണത്. അവിടെ വെയിലായതുകൊണ്ട് നമ്മളെല്ലാവരും ഈ തണലത്ത് നിർത്തിച്ചതാണ്ട. നൈസ്. ഒരു ക്യാച്ച്മെന്റ് ഏരിയയുടെ ടോപ്പ് വ്യൂ നമുക്ക് ഇവിടെ ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പൂപ്പാറയൊക്കെ എനിക്ക് തോന്നുന്നു അപ്പുറത്തെ സൈഡായിരിക്കും. പൂപ്പാറ ഇങ്ങനെ ഈ ആ മലയിലെ അവിടെയായിട്ട് വരും. അവിടെയാണ് ആ മല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് ആ രണ്ട് മലയിലെ അതിന്റെ ഇടയ്ക്കൂടെ കയറി. ആനയിറങ്ങൽ ഡാം അരിക്കൊമ്പൻ്റെ സ്ഥലം. അരിക്കൊമ്പൻ്റെ സ്ഥലമായിരുന്നു, ഇപ്പം ഇല്ല. അരിക്കൊമ്പൻ നാട് കടത്തി വിട്ട്. ഗൈസ്, ആ കാണുന്നത് മീശപ്പുലിമല, ആ കാണുന്നത് കൊളുക്കുമല, അതിൻ്റെ നേരെ താഴെ ആനയിറങ്ങൽ ഡാം. ഫാൻഡം റോക്ക് ഉണ്ട്, അത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ്. ടർബോ ഓൺ ദ റോക്സ്. ശരിക്കും ഇതിൻ്റെ വീഡിയോ എടുത്തിട്ട് മതിയാണല്ല, കുറേ ഉണ്ട് ഇടാ. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വണ്ടി വന്ന് ഇങ്ങനെ ഇരിക്കണത്. എല്ലാവരും നമ്മുടെ ബസ് കണ്ടിട്ട് ഇറങ്ങി വന്ന് ഫോട്ടോസൊക്കെ എടുക്കണേണ്ട. പല വണ്ടികളിൽ നിന്നും എല്ലാവരും ഇറങ്ങി ഉള്ളിലൊക്കെ കയറി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണേ. എന്തായാലും നമുക്ക് ഇന്നൊരു അവസരം കിട്ടി, നമ്മളത് യൂസ് ചെയ്തു. അടിപൊളി. ആദ്യമായിട്ടൊരു ഡബിൾ ഡെക്കർ ബസ്സിൽ കയറിയതാണ്. അത് ഇതിൽ തന്നെ എനിക്ക് കയറാൻ സാധിച്ചു. വേറെ വൈബ്. ഓക്കെ, സ്ഥലം നോക്കി, നിങ്ങൾ വണ്ടി കിടക്കുന്ന സ്ഥലം നോക്കി. അത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഇതിലെ കൂടി തന്നെയല്ലേ ഇത് റിട്ടേൺ? ഇത് തന്നെയാണ് വഴി. ഡബിൾ. അതെ. അപ്പോൾ വെച്ചാൽ പറയാം, ലാസ്റ്റ് സ്പോട്ടാണ് ഇനി പോകുന്നത്. പോണ വഴിക്കാണല്ലേ? ഓക്കെ. ഓറഞ്ച് പ്ലാന്റിന്റെ നമ്മുടെ അവിടുത്തെ വഴി നമ്മൾ മേടിക്കുന്ന ഓറഞ്ച് വഴി അത്ര വലിപ്പമുള്ള ഓറഞ്ച് കിട്ടത്തില്ല. പിന്നെ ചില ഓറഞ്ചിന് മധുരം ഉണ്ടാവും, ചിലതിന് ഭയങ്കര പുളിയായിരിക്കും. തലവകളെ എവിടെ ഇരിക്കണേന്നല്ലേ ബസ്സിന്റെ വണ്ടിയിൽ. വീഡിയോ ഒന്നില്ലേ? അതൊക്കെ ഇവിടെ അരിക്കൊമ്പനെ കൊണ്ടുപോകുന്നത് അരിക്കൊമ്പന തേയിലയുടെ ഇടയ്ക്ക് കിടന്ന് ഉറങ്ങിയിട്ട് അതൊക്കെ ഇതിന്റെ മേഡ് ഇവിടെയാണ് പുള്ളിയുടെ വിഹാര കേന്ദ്രം.
അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് വ്യൂ പോയിന്റ് ഇട്ടാ. അപ്പൊ നമ്മുടെ വണ്ടി വളക്കാൻ വേണ്ടി പോയേക്കണേട്ടാ. നമ്മ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോളാൻ പറഞ്ഞ് വണ്ടി വളച്ചിട്ട് അവർ വരോട്ടാ. നമ്മളെ വണ്ടി പോണ പോക്ക് നോക്കി. നൈസ്. അങ്ങനെ വണ്ടി പോയിരിക്കുന്ന കാഴ്ച. വണ്ടി പോയി ഗൈസ്, നമ്മൾ ഇട്ടിട്ട് പോയി ഗൈസ്. അടാ നമ്മളെ മച്ചാൻ വ്ളോഗ് ചെയ്യണടാ. ഇതേപോലെയൊക്കെ വ്ളോഗ് ചെയ്യണം. എന്താണ് ടർബോ ഇങ്ങനെ ഇരിക്കണത്. ഒരു പക്ഷേ ഈ ടിക്കറ്റ് ചാർജ് വരും കാലങ്ങളിൽ കുറയാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാണെങ്കിലും മൂന്നാറിൻ്റെ അതുപോലെ യാത്ര റോഡിൻ്റെ ഒരു അടിപൊളി വൈബ് ആസ്വദിക്കണമെങ്കിൽ ഏറ്റവും നല്ല ഒരു 360 ഡിഗ്രിയുള്ള കാഴ്ചകൾ കണ്ടുപോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ. കേട്ടില്ല ഇതൊക്കെ തന്നെ എനിക്കും പറയാനുള്ള കേട്ടാ. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഓരോ മൂന്നാറിൻ്റെ ടൂറിസത്തിന് അതുപോലെ കേരള ടൂറിസത്തിനൊക്കെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു യാത്ര നടത്തുവാൻ വേണ്ടി കേരള സർക്കാരും അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി KV ഗണേഷ് കുമാർ സാറ് വന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ഡബിൾ ഡെക്കർ ബസ്സിന്റെ ഈ യാത്ര ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുകൂട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ബൈ ബൈ. കേട്ടല്ല, ബൈ ബൈ. ഇതൊക്കെ തന്നെ എനിക്കും പറയാനുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ. പരിപാടി കഴിഞ്ഞ് സിമ്പിൾ. പച്ചൻ ബാക്കിയൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ തന്നെ എനിക്കും പറയാനുള്ളൂ. ബൈ. നമ്മുടെ ചേട്ടച്ചാറിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സെറ്റാക്കുക അല്ലേ. സാബുചേട്ടൻ അടുത്ത ട്രിപ്പിന് പോകാൻ വേണ്ടി ഇരിക്കണടാ. സാബുചേട്ടാ ഓക്കെ അല്ലേ? ഹാപ്പി, താങ്ക് യു. ഓക്കെ. എല്ലാം കഴിഞ്ഞപ്പോൾ അത് ഇവിടെ ഇതിൻ്റെ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ടാ. ഇവിടേക്കാണ് പോകുന്ന സ്ഥലങ്ങൾ. മൂന്നാർ, സിഗ്നൽ പോയിന്റ്, ദേവികുളം. ഇതെല്ലാം അങ്ങ് നിങ്ങൾ വായിച്ചങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊന്ന് വായിച്ച് അങ്ങോട്ട് നോക്കാം. ഇവിടെ നമ്മുടെ ബെന്നിച്ചേട്ടൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോർഡിനേറ്റർ. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ പറയുകയും ചെയ്യും. ഓക്കെ. ചേട്ടാ ബൈ ബൈ.